PR ശിവശങ്കർ. ശിവശങ്കർ, വേണ്ടപ്പെട്ടവർ മാത്രം, VIP-കൾ പലരെയും ക്ഷണിച്ചിട്ടേയില്ല, ക്ഷണിച്ചവരിൽ പലരും പോകുന്നില്ല. ഇത് രാഷ്ട്രീയ സംഗമമല്ലാതെ മറ്റെന്താണ്? ഒരു സംശയവുമില്ല. ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് ഒരു രാഷ്ട്രീയമായ, ഈ പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ തങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും കഴിഞ്ഞ കുറെ നാളുകളായി അവർ ഈ CPM സർക്കാർ, പിണറായി സർക്കാർ എടുത്തിട്ടുള്ള ഹൈന്ദവ വിരുദ്ധ അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യപ്പ വിരുദ്ധ തീരുമാനങ്ങളെ നിന്നും രക്ഷ നേടുവാനായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇതിന്റെ പ്ലാനുകളും ഇതിന്റെ പരിപാടികളും എല്ലാം വായിക്കുന്നവർക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് പൊളിറ്റിക്കൽ ഒരു പ്ലാൻ മാത്രമാണ്. ഇതിൽ ഏതാണ്ട് ഒരു 90 മിനിറ്റോ 80 മിനിറ്റോ മാത്രമാണ് ഇതിൽ ഒരു അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഭക്തി നിർഭരമായ കുറച്ച് കാര്യങ്ങൾക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവർക്ക് സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും ഒരു കോൺഫറൻസ് ഹാളിലോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മിനിസ്റ്റർ റൂമിലോ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനമാകാവുന്നേ ഉള്ളൂ. ഇതിന്റെ അയ്യപ്പ സംഗമത്തിന്റെ ഈ പറയുന്ന പാനൽ അല്ലെങ്കിൽ ഇതിന്റെ ലിസ്റ്റ് പിടിച്ചപ്പോൾ ഇവർക്ക് പ്രസംഗിക്കുക എന്ന് മാത്രമേ കർത്തവ്യമുള്ളൂ. ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെ മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ഇതിൽ ചർച്ച ചെയ്യുവാൻ വരുന്നവർക്ക് അത്തരത്തിലുള്ള എക്സ്പെർട്ടൈസിനെ വിളിച്ചിട്ടില്ല, വിളിച്ചവർക്ക് സംസാരിക്കാനായിട്ട് അനുവാദവുമില്ല, സൗകര്യവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ആഗോള സംഗമം നടത്തുമ്പോൾ, അയ്യപ്പ സംഗമം നടത്തുമ്പോൾ, ഇതിന് കുറെ നാളുകളായി നടന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് നടന്നു വരുന്ന ഈ ശബരിമല കേന്ദ്രീകൃതമായ വലിയ ഒരു സമരം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വലിയ രീതിയിലുള്ള ഒരു വിഷമം, അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്യാത്തത്? ഈ സംസ്ഥാന സർക്കാർ തന്നെയല്ലേ നിർബന്ധമായിട്ട് അന്നത്തെ DGP ഹേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തെ ഇത്രയേറെ വലിയ സമരം, ഒരുപക്ഷെ സ്വതന്ത്ര കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു ബഹുജന സമരം, ആ സമരത്തിൽ പങ്കെടുത്ത അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ മതഭ്രാന്തന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഉത്തരവിനെ, ഒരു ഗവൺമെന്റ് ഓർഡറിനെ എത്ര ശക്തമായിട്ടാണ് DGP വരെ പരിഹസിച്ചതും എതിർത്തതും. അപ്പൊ അതിനെ തിരുത്താൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോ അയ്യപ്പ ഭക്തന്മാർക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ 2 ദിവസമായി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ജനം TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇന്ന് തൊഴാൻ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ശക്തമായ എതിർപ്പുണ്ട്. അവിടെ അവരെ വെർച്വൽ ക്ലൂ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. സ്ലോട്ട് കിട്ടാനില്ല, ഇത് പ്രശ്നം വരുന്നു. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ഇതിനു വേണ്ടി ചെലവാക്കുമ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേയും ശക്തമായ താക്കീതും കിട്ടുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹൈക്കോടതി ആയാലും ഇവിടുത്തെ സാധാരണ ജനങ്ങളായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള ഒരു മാനസിക വികാരവുമായിട്ടാണ് ഇന്ന് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരെ മറിച്ച് അവിടെ വികസനം നടത്തുവാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഒരുപക്ഷെ നമ്മളെല്ലാവരും പോയി കാണും, അവിടെ പരമ്പരാഗത പാത, ആ പാതയിൽ കല്ലിടൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. ആ വർഷങ്ങളായി കല്ലിട്ട കാര്യത്തിൽ വലിയ അഴിമതി നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലൂടെ നടന്നുപോയ എല്ലാവർക്കും അറിയാം, അത് തെന്നി വീഴുകയാണ്. ആ കല്ല് എടുക്കുന്നതിൽ, ആ കല്ല് സെലക്ട് ചെയ്യുന്നതിൽ കാര്യമായ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിലെ ഈ ഇവിടുത്തെ ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള കമ്മിറ്റിയിലെ, ഹൈപ്പവർ കമ്മിറ്റിയിലെ പലരും വ്യക്തമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവർക്കെല്ലാം കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കുവാനോ അത്തരം ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനോ സംസ്ഥാന സർക്കാർ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല പമ്പയിൽ നിന്നും കയറി പോകേണ്ട വഴിയിൽ, പരമ്പരാഗത വഴിയിൽ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി കാണിച്ചിരിക്കുന്നു. ഇത് മാത്രമാണോ? ഇത്തരത്തിലുള്ള എത്ര അഴിമതി കാണിച്ചു തരാം. ഇപ്പൊ നമുക്കറിയാം, ഈ ആഗോള സംഗമത്തിന്റെ അതിന്റെ ഫോൾഡറിൽ സെക്കൻഡ് പ്രോഗ്രാമായിട്ട് കാണുന്നത് ശ്രീ ജയകുമാർ, റിട്ടയർഡ് IAS ജയകുമാർ. അദ്ദേഹത്തിനെ പറഞ്ഞിരിക്കുന്നത് കവി, എഴുത്തുകാരൻ, മുൻ IAS എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് മറ്റൊരു പോസ്റ്റും കൂടി ഉണ്ടായിരുന്നു. ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള, സുപ്രീം കോടതിയുടെ നിശ്ചയപ്രകാരം ഹൈക്കോടതിയുടെ കീഴിൽ നിശ്ചയിച്ചിട്ടുള്ള 2011 ശ്രീ ജയകുമാർ ആയിരുന്നു ഹൈപ്പവർ കമ്മിറ്റി ചെയർമാൻ. എന്തിനാണ് അദ്ദേഹത്തെ മാറ്റിയത്? എന്തിനാണ് അദ്ദേഹത്തെ അന്ന് ആ കാലഘട്ടത്തിൽ മാറ്റിയിട്ട് സിരിജകൻ എന്നുള്ള മറ്റൊരു ജഡ്ജിയെ കൊണ്ടുവന്നു? എന്നിട്ട് ആ 2 കമ്മിറ്റികളും മുന്നോട്ട് വെച്ചിട്ടുള്ള ശബരിമല വികസനത്തെ കുറിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാനെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം എന്താണ്?
അവരെന്താണ് നടപ്പിലാക്കിയിട്ടുള്ളത്? എന്നിട്ട് ശ്രീ ജയകുമാറിനെ കൊണ്ടുവന്നിട്ട് ഇത്തരം മാസ്റ്റർ പ്ലാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നോട്ട് വെച്ച, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടിയിരുന്ന മാസ്റ്റർ പ്ലാനെ തകർത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും അതിന്റെ പിന്തുടർച്ച അവകാശികളുമാണ് ഈ സംസ്ഥാന സർക്കാർ എന്ന് ജനങ്ങൾ മറക്കില്ല, അയ്യപ്പ ഭക്തന്മാർ മറക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇവർ മുന്നോട്ട്, ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഹൈപ്പവർ കമ്മിറ്റിയെ 2 പ്രാവശ്യം തകർക്കാൻ ശ്രമിച്ച ഭാഗവും കൂടി, അതിന്റെ ശാപഭാരവും കൂടി ഈ സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഇതിന്റെ മുന്നിലത്തെ സംസ്ഥാന സർക്കാരിനുണ്ട്, UDF-നുണ്ട്, LDF-നുണ്ട്. ഈ തരം അഴിമതികളും ഇത് മാസ്റ്റർ പ്ലാനെ തകർക്കുവാനും ശ്രമിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി കൂടി, ഒരു സർക്കാർ കൂടിയാണിത്. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. സ്വദേശി ദർശന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 100 കോടി രൂപ അനുവദിച്ചു. 2016, 2017, 2026, 16, 17 കാലഘട്ടത്തിൽ. അതിന്റെ തെളിവുകളും കത്തുകളും നമ്മുടെ കയ്യിലുണ്ട്. ഈ 2016 100 കോടി അനുവദിച്ചിട്ട് ഇപ്പോഴും 50 കോടി രൂപ പോലും ഈ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിട്ടില്ല. 100 കോടി ലാപ്സായി പോകാൻ പോകുന്നു, ബാക്കിയുള്ള പണം ലാപ്സായി പോകാൻ പോകുന്നു. ഇതിനാരാണ് ഉത്തരവാദി? നമുക്കറിയാം, ഇതിന്റെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചിരുന്ന ശ്രീ രഘുരാമൻ, തമിഴ്നാട്ടിലെ എവിടെയുള്ള ഒരു കൺസൾട്ടന്റ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തെ ഇതിനെ നിർബന്ധിക്കേണ്ടതും ഇതിനെ നടപ്പിലാക്കേണ്ടതും സംസ്ഥാനത്തെ ടൂറിസം മിനിസ്റ്റർ അല്ലേ? ടൂറിസം മിനിസ്റ്റർ ഇത്തരത്തിൽ ഈ കൺസൾട്ടന്റ് തെറ്റായ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് നടപടി അല്ല, അദ്ദേഹം കൃത്യമായി ചെലവാക്കുന്നില്ല, പണം ചെലവാക്കാനുള്ള ടെക്നോളജി ഒരു ഡിസൈൻ നൽകുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നടപടി എടുക്കാത്തത്? അപ്പോൾ വളരെ ആസൂത്രിതമായി കേന്ദ്ര സർക്കാർ നൽകിയ 100 കോടി രൂപയുടെ ഈ ഫണ്ട്, ഈ പറയുന്ന സ്വദേശി ദർശൻ ഫണ്ട്, അതുപോലും സംസ്ഥാനത്തെ മന്ത്രിസഭ ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുണ്ട്. അതുകൊണ്ടല്ലേ ഈ സംസ്ഥാന സർക്കാർ അത് തകർക്കാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പറയാല്ലേ, ഞങ്ങൾ ഇത്രയേറെ തീർത്തു, കേന്ദ്ര സർക്കാർ 100 കോടി അനുവദിച്ചിട്ടില്ല എന്ന് ഒരൊറ്റ പ്രസ്താവന ഇതുവരെ ശ്രീ റിയാസിന്റെ കയ്യിൽ നിന്ന്, സംസ്ഥാനത്തെ ടൂറിസം മിനിസ്റ്ററാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നോ, ദേവസ്വം മിനിസ്റ്ററായിട്ടുള്ള വാസവന്റെ കയ്യിൽ നിന്നോ, ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള രാജമാണിക്യത്തിന്റെ കയ്യിൽ നിന്നോ ഇതുവരെ ഉണ്ടാകാത്തത്? അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് ശബരിമല മാസ്റ്റർ പ്ലാനെ തകർക്കണമെന്ന് വളരെ വ്യക്തമായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ സിരിജകൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പിലാക്കാത്തത്. അതുപോലെ തന്നെ സ്വദേശി ദർശന്റെ ഈ 100 കോടിയുടെ പദ്ധതി നടപ്പിലാക്കാത്തത്.